നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹപാഠിയും പ്രതിയുമായ മലപ്പുറം പുലാമന്തോൾ സ്വദേശി സദറുൽ അനമിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. സാവരിയയെ മതപരിവർത്തനം നടത്താൻ പ്രതി നിരന്തരം നിർബന്ധിച്ചിരുന്നതായും എന്നാൽ പെൺകുട്ടി അത് ശക്തമായി വിസമ്മതിച്ചിരുന്നതായും സഹപാഠികളെ ഉദ്ധരിച്ച ബന്ധുക്കൾ വെളിപ്പെടുത്തി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന വാദത്തെ പൂർണ്ണമായി തള്ളുന്നതാണ് പെൺകുട്ടിയുടെ ശരീരത്തിലെ പരിക്കുകൾ. സാവരിയയുടെ കാൽ മുതൽ തല വരെ അതിക്രൂരമായ മർദ്ദനമേറ്റ ചതവുകളും മുറിവുകളും പാടുകളും ഉണ്ടായിരുന്നുവെന്നും ഇതൊരു നിമിഷം കൊണ്ട് സംഭവിച്ചതല്ലെന്നും വളരെ ആസൂത്രിതവും മൃഗീയവുമായ കൊലപാതകമാണെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്ടെന്ന് തോന്നിയിട്ട് ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു കൊന്നതല്ലെന്നും അവളുടെ ശരീരം മുഴുവനും മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധു ജനീഷ് പറഞ്ഞു. കാൽ മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതൊന്നുമല്ല, വളരെ ക്രൂരമായി ചെയ്തിരിക്കുന്നതാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥ പറഞ്ഞത്. സാവരിയയോട് മതം മാറാൻ പ്രതി സദറുൽ പല തവണ ആവശ്യപ്പെട്ടിരുന്നെന്നാണ് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞത്. ഇതവർ കണ്ടിട്ടുണ്ട്, എന്നാൽ സാവരിയ അതിന് സമ്മതിച്ചിരുന്നില്ല. അവസാന നിമിഷം എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ലെന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ സാവരിയ ഹരിപ്പാട് പിലാപ്പുഴ പുതുക്കാട് സുപ്രഭ ഭവനത്തിൽ ബസന്ത് മിനി സുപ്രഭ ദമ്പതികളുടെ മകളാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് പെൺകുട്ടി പഠനത്തിനായി വിദേശത്തേക്ക് പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോസ്റ്റൽ മുറിയിൽ വെച്ചുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പെൺകുട്ടി താഴെ വീണതാണെന്ന് വ്യാജമായി ധരിപ്പിച്ചാണ് പ്രതി തന്നെ സാവരിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായിരുന്നില്ലെങ്കിലും പ്രതി മുൻപും സാവരിയയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായി ഹോസ്റ്റലിലെ മറ്റ് വിദ്യാർത്ഥികൾ ബുഖാറ പോലീസിന് മൊഴി നൽകിയതോടെയാണ് സദറുൽ അനം കുടുങ്ങിയത്. നിലവിൽ പ്രതി ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് മാത്രമാണ് ഉസ്ബെക്കിസ്ഥാനിലെ റിപ്പോർട്ടിലുള്ളത്. മറ്റു ക്രൂരതകളോ ശരീരത്തിലെ മുറിവുകളോ അവിടെ രേഖപ്പെടുത്താത്തതിനാലും പ്രതി വിദേശത്തെ നിയമത്തിന്റെ ആനുകൂല്യം മുതലാക്കി നാട്ടിലേക്ക് രക്ഷപ്പെടുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് കേരളത്തിൽ കേസ് ശക്തമാക്കാൻ കുടുംബം തീരുമാനിച്ചത്. വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ കൂടുതൽ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് പിതാവ് ബസന്ത് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് കൊലക്കുറ്റത്തിന് ഔദ്യോഗികമായി കേസെടുത്തു. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ മുഴുവനായും വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള നിലവിലെ നയതന്ത്ര കരാർ പ്രകാരം ഇരയും പ്രതിയും ഇന്ത്യൻ പൗരന്മാരായതിനാൽ പ്രതിയെ വിട്ടുകിട്ടാൻ ഇന്ത്യക്ക് ഔദ്യോഗികമായി ആവശ്യപ്പെടാം. അതിനാൽ കേസിന്റെ വിചാരണയും തുടർന്നുള്ള നിയമ നടപടികളും കേരളത്തിൽ തന്നെ നടക്കാനാണ് കൂടുതൽ സാധ്യത. പ്രതിയുടെ കുടുംബവും വിചാരണ കേരളത്തിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ കെട്ടിടത്തിൽ താമസിക്കുന്ന അവിടുത്തെ ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങളോ കൃത്യമായ സുരക്ഷയില്ലെന്നായിരുന്നുവെന്നും കടുത്ത ഭക്ഷണ പ്രതിസന്ധി കുട്ടികൾ നേരിട്ടിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഏതായാലും സാവരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ഏതെങ്കിലും ഘട്ടത്തിൽ ആ നാട്ടിലെ നിയമങ്ങളുടെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ പ്രതിയെ കൊടുക്കാൻ തന്നെയാണ് മാതാപിതാക്കളുടെ തീരുമാനം.